ഓഹോ ഓ അഴകേ നീ എന്നെ പിരിയല്ലേ ഒരു നാളും മറയരുതേ കരളെ നീ കരയരുതേ ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തനിയെ ഞാൻ തേങ്ങുന്നു ഇനിയും നിൻ പരിഭവമരുതേ വരുമോ എൻ തേൻ കുയിലേ അഴകേ നീ എന്നെ പിരിയല്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പേരും കൂടെ ഒന്ന് ബോധിപ്പിക്കും. 2006 നമസ്കാരം, ഞാൻ ജോസാഗറാണ്. 2006 നമ്മുടെ അല്ലു അർജുൻ മലയാള സിനിമയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തൊരു ഗാനമാണിത്. അഴകെ നീ എന്നെ പിരിയല്ലേ എന്ന ഗാനം. അല്ലു അർജുൻ മലയാള സിനിമയിൽ വരുന്നത് ഈ ഒരു സോങ്ങോട് കൂടിയാണ്. പക്ഷേ ആ എൻട്രൻസിൽ അതിൻ്റെ അനുസരിച്ചുള്ള പോപ്പുലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ ഞാനിവിടെ ഒരു സിഫ അവാർഡ് നൈറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. ആ അവാർഡ് നൈറ്റിൽ ബെസ്റ്റ് മെയിൽ സിംഗർ എന്നുള്ള അവാർഡ് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അതിനുശേഷം ചേട്ടൻ എത്ര ഗാനം ആലപിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും? ഒരു മൊത്തം ടോട്ടൽ 10, 12, 13 പക്ഷേ എല്ലാം ഈ പറഞ്ഞ പോലെ ഡബ് മൂവിയും പിന്നെ എന്താ പറയുക, പിന്നെ അല്ലാതെ ഈ റിലീസ് ആവാത്ത സിനിമകളും ഇപ്പോഴും ഒരു ലേറ്റസ്റ്റ് മൂവി പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതൊക്കെ നമുക്കൊന്ന് റിലീസ് ആവാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അഴകെ എന്നുള്ള സോങ് കഴിഞ്ഞതിന് ശേഷം ഹിറ്റായിട്ടുള്ള ഏതെങ്കിലും സോങ് ഉണ്ടോ? സോങ് ഹിറ്റായ പാട്ടുകളെന്ന് പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങ എന്താ ശരത് കുമാറൊക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട്. ശരത് കുമാർ, നെടുമുടി ചേട്ടനും ജഗദീശൻ. അതിന് നല്ലൊരു പാട്ടുണ്ട്, വെള്ളി വെയിലും എന്ന് പറഞ്ഞ പാട്ട്. അത് ആക്ച്വലി ജാസിയുടെ മ്യൂസിക്കിലുള്ള ഒരു പാട്ടാണ്. പടം പക്ഷെ അത് തിയേറ്ററിൽ ഓടാതെ പോയി. അതാണ് എൻ്റെ പ്രോബ്ലം. നമ്മള് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. നമ്മൾ അത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലേ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അത് മാത്രമല്ല, ദാസേട്ടനോടൊപ്പം പാടാൻ ഒരു ഭാഗ്യം കിട്ടി. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഏതാണ്? അത് ബോംബെ മിഠായി എന്ന് പറയുന്നത്. ബോംബെ മിഠായി പടം റിലീസ് ആയിട്ടില്ല. രണ്ടുപേരും ഒന്ന് പാടാമോ? പാടാം. ഹിമഗിരിമാറിൽ നദിയിഴപ്പാകി പുലരൊളിയേതോ ഉദയാദ്രിയേതോ ഗീതമായി ഉഷസതിലാലും ഗാനമായി ഉദയാദ്രിയേതോ ഗീതമായി ഉഷസതിലാലും ഗാനമായി മാനസ സാരസ ബോധതലങ്ങളിൽ അവയിൽ അങ്ങനെ പോകുന്നു. ഒരു ദാസേട്ടൻ്റെ ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു അവസരം? ആദ്യമായിട്ടാണ്. അപ്പൊ അപ്പോഴുണ്ടായ ഫീൽ ഒന്ന് പറയാം. നമ്മൾ ഒരുമിച്ച് പാടാൻ അവസരം ഉണ്ടാവത്തില്ല. ദാസേട്ടൻ ദുബായിലാണ് പാടിയത്, നമ്മൾ തിരുവനന്തപുരത്താണ് പാടിയത്. എങ്കിലും ആ പാട്ട് രണ്ടും കൂടെ ഒന്നിച്ചാണല്ലോ. അതെ അതെ. പക്ഷേ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത്, പ്രോഗ്രാമായിട്ട് പോയ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ പറ്റി. ഈ പാട്ട് അങ്ങോട്ട് പാടിക്കൊടുക്കാൻ പറ്റി. അദ്ദേഹം തിരിച്ചത് റെസ്പോണ്ട് ചെയ്തു, തിരിച്ച് പാടി തന്നു. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. അത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഗാനഗന്ധർവന്റെ കൂടെ തീർച്ചയായിട്ടും മലയാളത്തില് അങ്ങനെ ഒരുപാട് പ്രമുഖ ഗായകർക്ക് മാത്രമേ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. എന്നെ പോലൊരു സാധാരണ ഗായകനൊന്നും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കൂടെ പാടാൻ ത്രൂ ഔട്ട് സോങ് ആണത്, ഫുൾ സോങ് ആണ് പാടിയിട്ടുള്ളത്. എന്തായിരുന്നാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമാണ്. കാരണം